ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എം എസ് സൊല്യൂഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. ഇത് എടുക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആട്ടോ. നോക്കൂ നിങ്ങൾ, അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് പാത്ത് ടു പ്രോഗ്രസ് എന്ന് പറയുന്ന വിജയത്തിലേക്കുള്ള വഴി എന്ന് പറയുന്ന ആട്ടോ. വളരെ ഫാസ്റ്റായിട്ട് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഷോർട്ട് സമ്മറീസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ സെക്കൻഡ് യൂണിറ്റ് നമ്മൾ ഒരു കംപ്ലീറ്റ് വീഡിയോയിൽ തീർക്കാൻ വേണ്ടി പോകാട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ശ്രീകാന്ത് ബോളയുടെ ചാപ്റ്ററാണ്. ശ്രീകാന്ത് ബോളയുടെ ഒരു നൈസ് ചാപ്റ്ററാണ്. നോക്കൂ, കണ്ണ് കാണാത്തൊരു മനുഷ്യനാട്ടോ. ആരാണ് ശ്രീകാന്ത് ബോള എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1991 ജനിച്ച എൻ്റെ സെയിം പ്രായക്കാരനായിട്ടുള്ള ഒരുത്തനാണ് ഈ ശ്രീകാന്ത് ബോള. ആന്ധ്രാപ്രദേശിൽ ജനിച്ചാണ്. പാരൻസ് ഫാർമേഴ്സ് ആണ്. മാത്രമല്ല അദ്ദേഹം 2005 മുതൽ യൂത്ത് ലീഡറാണ്, ഒരു യുവ നേതാവാണ് അദ്ദേഹം. മെമ്പർ ഓഫ് ലീഡ് ഇന്ത്യൻ്റെ ക്യാമ്പയിൻ്റെ ഒരു മെമ്പർ ആയിരുന്നു അദ്ദേഹം. മാത്രമല്ല നാഷണൽ യൂത്ത് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഉണ്ടായിരുന്നു. അത് ഈ നാഷണൽ യൂത്ത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ആരാന്നറിയോ? ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാം ആയിരുന്നു. അതിലൊരു മെമ്പർ ആയിരുന്നു അദ്ദേഹം. 2012 അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അതിന്റെ പേരാണെന്നറിയോ? ബൊളൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് അദ്ദേഹം തുടങ്ങി. അതിന്റെ പാർട്ണർ ആയിരുന്നു രവി മന്ദ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽ നമ്മൾ ഓദറിനെ കുറിച്ച് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു ക്രാഫ്റ്റ് പേപ്പറിന്റെ ഒരു പരിപാടി മൂപ്പർക്ക് ഉണ്ടായിരുന്നു, ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല അത് നാച്ചുറൽ റീസൈക്കിൾഡ് മെറ്റീരിയലിനായിരുന്നു മൂപ്പർ ഉണ്ടാക്കിയിരുന്നത് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓദറിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് പോകാനുള്ളത് കാരണത്താൽ തന്നെ ഓദറിനെ കുറിച്ചുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, കുഞ്ഞു മക്കൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. റെഡി? അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സമ്മറി ആട്ടോ. ഈ സമ്മറിനെ ഞാൻ കൊടുക്കുന്നത് പോയിന്റ് ആയിട്ടാട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, അദ്ദേഹം നമ്മുടെ ഏർലി ലൈഫാണ്. അദ്ദേഹത്തിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ബോൺ ടു എ പുവർ ഫാമേഴ്സിലെ ഒരു പാവപ്പെട്ട ഒരു കർഷകരായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ടായിട്ടുള്ള ഒരു മകനാണ്. ആ അച്ഛനും അമ്മയും ഏൺ ചെയ്യുന്നത് വെറും 20,000 ആണ് ഒരു കൊല്ലത്തിൽ ഏൺ ചെയ്തിരുന്നത് കേട്ടോ. ബോൺ ബ്ലൈൻഡ്, കണ്ണ് കാണാണ്ട് ജനിച്ചൊരുത്തനായിരുന്നു. സൊസൈറ്റി സോ ഹിം ആസ് എ ബേർഡൻ, സമൂഹം അവനെ ഒരു ഭാരമായിട്ടാണ് കണ്ടത് കേട്ടോ. ബട്ട് ദിസ് പാരന്റ്സ് ഗേവ് ഹിം ഇമ്മൻസ് ലവ്, പക്ഷെ അവന്റെ പാരന്റ്സ് അവന് അതിശക്തമായിട്ടുള്ള സ്നേഹം കൊടുത്തു, സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഗ്രീവ് അപ്പ്, അവൻ വളർന്നു. ഹെൽപ്പിംഗ് ഹിസ് ഫാദർ, തന്റെ അച്ഛനെ സഹായിച്ചുകൊണ്ട് ഇൻ ദ ഫീൽഡ്, പാടത്തിട്ടോ. ബട്ട് ഫേസ്ഡ് ഫിസിക്കൽ ലിമിറ്റേഷൻസ്, അവൻക്ക് ഒരുപാട് ഫിസിക്കൽ ലിമിറ്റേഷൻ. കാര്യം കണ്ണ് കാണാത്ത ഒരുത്തന് അല്ലേ ഒരു കൃഷിഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് അവന്റെ ഏർലി ലൈഫും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയാണ്. ബൈ ദ വേ, എഡ്യൂക്കേഷണൽ ചാലഞ്ചസ്, വിദ്യാഭ്യാസപരമായിട്ട് കുറെ വെല്ലുവിളികൾ ആശാൻ നേരിട്ടിട്ടുണ്ട്. ആര്? നമ്മളെ ശ്രീകാന്ത് ബോള. എന്തൊക്കെയാണത്? അറ്റൻഡഡ് റെഗുലർ സ്കൂൾ ബട്ട് വാസ് ഐസൊലേറ്റഡ്. അവൻ സാധാരണ സ്കൂൾക്ക് പോയി. അവൻ്റെ പാരൻസ് മനസ്സിലാക്കി അവന് കൃഷി നടക്കില്ല, അവൻ്റെ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് എന്താണ്, വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ എന്താണെന്നറിയോ, അവന് സ്കൂളിൽ എന്ത് ചെയ്തു, ഐസൊലേറ്റ്, ഒറ്റപ്പെടുകയാണ് ചെയ്തത്. ആൻഡ് ഇഗ്നേർഡ്, എല്ലാവരും അവനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. ലേറ്റർ പിന്നീട് സെൻഡ് ടു എ സ്പെഷ്യൽ സ്കൂൾ. കണ്ണ് കാണാത്ത കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു, ഹൈദരാബാദിലേക്ക് അല്ലേ. വേർ ഹി എക്സൽഡ് ഇൻ അക്കാഡമിക്സ്, അവിടെ അവൻ അക്കാഡമിക്സിലൊക്കെ എന്ത് ചെയ്യുന്നു, സൂപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങിട്ടോ. സ്പോർട്സിലും സ്പെഷ്യലി ചെസ്സിലും ക്രിക്കറ്റിലൊക്കെ അവന് സൂപ്പറായിട്ട് മികവ് കാണിച്ചു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് വരെ അവൻ ചെസ്സും ക്രിക്കറ്റൊക്കെ കളിക്കുകയുണ്ടായിട്ടോ. വർക്ക്ഡ് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം APJ അബ്ദുൽ കലാമിന്റെ കൂടെ വർക്ക് ചെയ്തു ഓൺ എ നാഷണൽ യൂത്ത് പ്രോജക്റ്റ്. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നോ, ആ പ്രോജക്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആശാന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് അവന്റെ എഡ്യൂക്കേഷണൽ ചാലഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്നതിന് പകരം ഓൻ ഹൈദരാബാദ് പോയിട്ട് എന്ത് ചെയ്യാണ്, പഠനം സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. കാര്യം എന്താ, സ്പെഷ്യൽ സ്കൂളിലൊക്കെ എന്താണ്, സാധാരണ അവൻ പഠിച്ച AP എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലുള്ള സ്കൂളിലെ അവൻ എന്താണ്, ഐസൊലേഷനും റിജക്ഷനൊക്കെയാണ് അവൻ നേരിടേണ്ടി വന്നത്. അങ്ങനെയാണ് ഹൈദരാബാദിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഹൈദരാബാദ് ഫൈറ്റ്സ് ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഓൻ അവിടുന്ന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെ, ഈക്വൽ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, ഫൈറ്റ് ചെയ്യാണ്. നോക്കൂ, ആഫ്റ്റർ സ്കോറിംഗ് ഓവർ 19 ഇൻ 10th ഗ്രേഡ്, 10ാം ക്ലാസ്സിൽ 90% മാർക്ക് മേടിച്ചതിന് ശേഷം ഹി വാസ് ഡിനൈഡ് അഡ്മിഷൻ ടു സയൻസ്. അവർക്ക് സയൻസിൽ എന്ത് ചെയ്തില്ല, അഡ്മിഷൻ കൊടുത്തില്ല. അവനെ തടഞ്ഞു വെച്ചു അഡ്മിഷൻ ടു സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഡ്യൂ ടു ഹിസ് ബ്ലൈൻഡ്നെസ്, അവനക്ക് കണ്ണ് കാണുന്നില്ല എന്നുള്ള പറയുന്ന കാരണത്താൽ കേട്ടോ. നോക്കൂ, ഫൈൽഡ്, അങ്ങനെ അവൻ ഫയൽ ചെയ്തു. ഫെയിൽഡ് അല്ല കേട്ടോ, അവൻ ഫയൽ ചെയ്തു ഒരു ലീഗൽ കേസ് ഫയൽ ചെയ്തു. ഞാൻ കണ്ണ് കാണുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമേ എനിക്കുള്ളൂ, വേറെ അതൊരു പ്രശ്നമാണോ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ ലീഗൽ കേസ് എന്ത് ചെയ്തു, ഫയൽ ചെയ്തു. വൺ ദ റൈറ്റ്, അവൻക്ക് അവകാശം നേടിയെടുത്തു. എന്തിനറിയോ, ടു സ്റ്റഡി സയൻസ് പഠിക്കാൻ വേണ്ടി അവകാശം നേടിയെടുക്കാൻ ചെയ്തത്. അങ്ങനെ 98% നോക്കൂ, സ്കോർഡ് 98% വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റർ. അവൻ്റെ ഒരു മെന്ററിന്റെ സഹായത്തോട് കൂടിയിട്ട് 98% മാർക്ക് അവൻ മേടിച്ചു.
ചോദിച്ചു ഹു റെക്കോർഡ് ടെക്സ്റ്റ് ബുക്ക് ഇൻ ഓഡിയോ. അങ്ങനെ ആ മെന്റർ എന്ത് ചെയ്തു എല്ലാ ടെക്സ്റ്റ് ബുക്കും ഓഡിയോ പോലെ എന്ത് ചെയ്തു റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആശാൻ എന്ത് ചെയ്യാണ് കേട്ട് പഠിക്കുകയാണ്. ആര്? നമ്മുടെ ശ്രീകാന്ത് ബോള എന്ന് പറയുന്ന SB ട്ടോ, ശ്രദ്ധിക്കാം. അങ്ങനെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആൻഡ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നതാണ്. അങ്ങനെ അവിടുന്ന് പഠിച്ചു. സയൻസിൽ എന്ത് ചെയ്തു 98% മാർക്ക് മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പഠനം മുന്നോട്ട് പോവാണ് അല്ലെ. ഗ്ലോബൽ എഡ്യൂക്കേഷനും പിന്നെ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന് നീറ്റ് എന്ന് പറയുന്ന JEE എന്ന് പറയുന്ന എക്സാം എഴുതിയ സമയത്ത് അല്ലെ, എക്സാം എഴുതിയിട്ട് കാര്യമില്ല. കാര്യം എന്താണ്? എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ കുട്ടിക്ക് IIT മദ്രാസിൽ എന്ത് ചെയ്യും? സീറ്റ് കിട്ടൂലേ. അങ്ങനെ സീറ്റ് കിട്ടിയാൽ IIT മദ്രാസ് എന്ത് ചെയ്തു? അവന്റെ ഡിസബിലിറ്റി കാരണം കണ്ണ് കാണാത്ത ആളവിടെ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തെങ്കിലും ഗോഡ് അക്സെപ്റ്റഡ് ടു ടോപ്പ് യൂണിവേഴ്സിറ്റി, US ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്തു? അക്സെപ്റ്റൻസ് കിട്ടി. ലൈക്ക് MIT പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ കേട്ടോ. MIT, സ്റ്റാൻഫോർഡിൽ, പിന്നെ ബെർക്ലിയിൽ ആൻഡ് പിന്നെ കാർണഷി മെലൻ എന്ന് പറയുന്ന പല യൂണിവേഴ്സിറ്റികളിലും എന്ത് ചെയ്തു? അവനക്ക് പിന്നെ അക്സെപ്റ്റൻസ് കിട്ടുകയാണ് ചെയ്തത്. അങ്ങനെ അവൻ ചൂസ് ചെയ്ത് ഏതാണ് പറ? മെസച്യൂസെറ്റ്സ് അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT-യിലാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്ത് അഡ്മിഷൻ അദ്ദേഹം എടുത്തത് കേട്ടോ. ആൻഡ് ബിക്കേം ഇറ്റ്സ് ഫസ്റ്റ് ബ്ലൈൻഡ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ്. ആ MIT-യിലുള്ള ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ് ആയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത് മാറുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി തന്നെ ആദ്യത്തെ വ്യക്തിയാണ്. കണ്ണ് കാണാത്ത ഒരു സ്റ്റുഡന്റ് ആണ് ആര്? നമ്മുടെ ശ്രീകാന്ത് ബോല എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ബിസിനസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പഠനം അമേരിക്കയിലായി. IIT-ക്ക് തന്നെ വേണ്ടെങ്കിൽ പോവാൻ പറ, ഞാൻ അതിലും മേൾക്ക് പോകുന്നു പറഞ്ഞ് MIT-യിൽ പഠിച്ച ആളാണ് ആര്? കണ്ണ് കാണാത്ത, ശ്രദ്ധിക്കണേ, കണ്ണ് കാണാത്ത നമ്മളെ ശ്രീകാന്ത് പോലെ. അങ്ങനെ റിട്ടേൺ ടു ഇന്ത്യ അദ്ദേഹം നിങ്ങൾ ആലോചിച്ചു കേട്ടോ. അവിടെ ശരിക്കും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അമേരിക്കയിൽ ജോലി നേടിക്കൊണ്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു കോർപ്പറേറ്റ് ലൈഫിൽ അല്ലെ, ഒരു കോർപ്പറേറ്റ് ലൈഫ് അവിടെ ലീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്തു? താൻ ഇന്ത്യയിലേക്ക് മടങ്ങി ടു സപ്പോർട്ട് ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു അല്ലേ. ഇദ്ദേഹത്തിന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് പഠിക്കാൻ പറ്റിയില്ല. ഈ സയൻസ് പഠിച്ചു കഴിഞ്ഞ് 98% മാർക്ക് ഉണ്ടായിട്ടും IIT-യിൽ പഠിക്കാൻ പറ്റിയില്ല. ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ സഹിക്കുന്നുണ്ടെന്ന് കണ്ട സമയത്ത് അദ്ദേഹത്തിന് അത് സഹിക്കാൻ പറ്റാതെ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. എന്തിനറിയോ? ടു സപ്പോർട്ട് ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. ഇതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? സ്ഥാപിച്ചു ബൊളൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്ഥാപിച്ചു. എന്തിനെന്നറിയോ? ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ്, ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് ഡിഗ്നിറ്റി ടു ദ ഡിസേബിൾഡ്. ജോലി മാത്രമല്ല, അവർക്ക് സമൂഹത്തിൽ ഒരു ഡിഗ്നിറ്റി, ഒരു നിലയും വിലയും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജോലി വേണം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ബൊളൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സപ്പോർട്ടഡ്, നോക്കൂ നിങ്ങൾ, ഹി സപ്പോർട്ടഡ് ഓവർ 3000 സ്റ്റുഡൻസ്, 3000-ഓളം വിദ്യാർത്ഥികളെയും അല്ലെ അയാൾ സപ്പോർട്ട് ചെയ്ത് എംപ്ലോയിഡ്, ജോലി കൊടുത്തു. 150 ഡിസേബിൾഡ് പീപ്പിൾ അദ്ദേഹം എന്ത് ചെയ്തു? ജോലി കൊടുക്കുകയാണ് ചെയ്തത്. കമ്പനി ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. കമ്പനി എന്ത് ചെയ്തു അറിയോ? $1 million ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്? സെയിൽസിൽ എന്ത് ചെയ്തത്? പിന്നീട് പ്രോഗ്രസ് ഉണ്ടാക്കിയെടുത്ത് മാറ്റിയത് എന്നുള്ളതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് 2 കീ പോയിന്റ്സ് ആണ്. ഒന്ന് ശ്രീകാന്തിന്റെ ലൈഫ് ലെസൺ ആണ് പറയുന്നത്, ശ്രീകാന്തിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ഓരോ പോയിന്റും നമ്മൾ മനസ്സിലാക്കി വെക്കുക. എവിടെ നിന്നാണ് തുടങ്ങിയത്? ഒന്ന് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ അവിടുന്ന് തുടങ്ങാനല്ലേ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ എഡ്യൂക്കേഷണൽ ചാലഞ്ചസിനെ കുറിച്ച് പറയുന്നു, ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയുള്ള മൂപ്പര അവകാശത്തെ കുറിച്ച് പറയുന്നു, ഗ്ലോബൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്നു, പിന്നെ ഓൺട്രപ്രണറിയൽ വിഷൻ ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്നു. ലാസ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന 2 പോയിന്റ് ശ്രീകാന്തിന്റെ കീ ലൈഫ് ലെസൺസ് എന്തൊക്കെയാന്നുള്ള കേട്ടോ. കീ ലൈഫ് ലെസൺ ഒന്ന്, ഷോ കമ്പാഷൻ. അദ്ദേഹം എല്ലാവരോടും അനുകമ്പ കാണിച്ചു. ദെൻ എൻഡ് ലോൺലിനെസ് അല്ലേ, എല്ലാവരോടും എന്ത് ചെയ്തു അറിയോ? എല്ലാവരും ലോൺലിനെസ് എൻഡ് ചെയ്യണമെന്നും പിന്നെ എല്ലാവർക്കും നല്ലത് ചെയ്യണം. ഇതായിരുന്നു ഈ 3 പോയിന്റ് ആട്ടാ. 1, 2, 3 ഈ 3 പോയിന്റ് നിങ്ങളെ മൈൻഡിൽ വേണം കേട്ടോ. ശ്രീകാന്തിന്റെ കീ ലൈഫ് ലെസൺ, ഷോ കമ്പാഷൻ. ട്രൂ വെൽത്ത് ഈസ് ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. അദ്ദേഹം പറയുന്ന സംഗതി എന്താണെന്നറിയോ? യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? പൈസ കുറെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെറും മണിയല്ല. അതേഴ്സ് ഹാപ്പിനെസ്, മറ്റുള്ളവരുടെ സന്തോഷമാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. എൻഡ് ലോൺലിനെസ്, നമുക്ക് എന്തിനു സാധിക്കണം എന്നറിയോ? ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഫോം ഓഫ് പോവേർട്ടി. നമ്മൾ ഒരാൾ ഒറ്റക്കാവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ, ആ അവസ്ഥ നിങ്ങൾ മക്കളെ ഇല്ലാണ്ടാക്കണം. ഒരാളുടെ ജീവിതത്തിൽ ലോൺലിനെസ് ഇല്ലാണ്ടാക്കണം. കാര്യം എന്താണെന്ന് അറിയോ? ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഫോം ഓഫ് പോവർട്ടി. ദാരിദ്ര്യത്തിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് പൈസ ഇല്ലാണ്ടക്കലല്ല, നമുക്ക് എന്തുണ്ടാവാ, നമ്മൾ ഒറ്റപ്പെടലാണ് ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടോ. നന്മ ചെയ്യുക. നോക്കൂ, യു വിൽ ബി ബെനിഫിറ്റ് ഫസ്റ്റ് വെൻ യു ഡു ഗുഡ് ഫോർ അതേഴ്സ്. നോക്കൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അല്ലേ, നിങ്ങളാണ് ഇതിന്റെ ആദ്യ ബെനിഫിറ്റ് നേടുന്ന ആള് എന്ന്. കാര്യം നിങ്ങൾ ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഇല്ലേ, അത് വേറെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ
ഈ 3 കീ ലൈഫ് ലെസൺസ് ആണ് മൂപ്പർ നമ്മളെ പഠിപ്പിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ശ്രീകാന്തിന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തെന്നറിയോ, ഡെസ്പൈറ്റ് ബീങ് ബ്ലൈൻഡ്, കണ്ണ് കാണില്ല എന്ന് കരുതിയിട്ട് ഹി ബിലീവ്സ് ഹി ക്യാൻ ഡു എനിത്തിങ്. അദ്ദേഹം പറയാട്ടോ, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, കണ്ണ് കാണില്ല എന്നുള്ള കാരണത്താൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ വിചാരിക്കരുത്, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ചലഞ്ചസ് സൊസൈറ്റീസ് ലിമിറ്റേഷൻ. നോക്കൂ, ഈ ചലഞ്ചസ് ഒക്കെ സൊസൈറ്റീന്റെ ലിമിറ്റേഷൻസ് ആണ് ആൻഡ് പെർസെപ്ഷൻസ് ഓഫ് ഡിസബിലിറ്റി അല്ലേ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ സമൂഹം പറഞ്ഞു വെച്ചതാടാ. ആരാ പറഞ്ഞു പറ്റൂല എന്ന്? ഐ ക്യാൻ ഡു എനിത്തിങ് അല്ലേ, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന അല്ലെ, ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് ആർക്കുണ്ടായിരുന്നത്, വിശ്വാസമാണ് ആർക്കുണ്ടായിരുന്നത്, ശ്രീകാന്ത് ബോളേക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതാണ്. താങ്ക് യു. അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുക കേട്ടോ. ശ്രദ്ധിക്കണേ, മനസ്സിലാക്കുക. അതിനുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ഷോർട്ട് ടൈമിൽ നമ്മൾ ഈ 3 ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോവല്ലേ. ഫെനിക്സ് റൈസസ് എന്ന് പറയുന്ന കേട്ടോ. ഫിനിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു മിത്തിലുള്ളതാണ്. ആ മിത്തിൽ ചാരമായി പോയി കിടക്കുന്ന അല്ലെ, കത്തിക്കരിഞ്ഞ് ചാമ്പലായ ചാരത്തിൽ നിന്നും ഉയർന്ന് പടക്കാൻ പറ്റുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിക്ക് പറയുന്ന പേരാണത് ഫിനിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഫിനിക്സ് പക്ഷി ഉയരാൻ വേണ്ടി പോവാണ്. ഫിനിക്സ് റൈസസ് എന്ന് പറയുന്ന ഈ ഒരു കഥ കേട്ടോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന. ആരെ കുറിച്ചാണെന്നറിയോ? ഓദറിനെ കുറിച്ച് പറയണം നമ്മൾ. ആരാണ് എഴുതിയത് എന്നറിയോ? ട്വിങ്കിൾ ഖന്ന എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയതാട്ടോ. 1973 ജനിച്ച നമ്മുടെ സിനിമാ നടൻ അജയ്, എനിക്ക് തോന്നുന്നു ഒരു സിനിമാ നടൻ, അയാളുടെ പേരെന്താ എനിക്ക് ഓർമ്മയില്ല, അയാളുടെ ഭാര്യയാണ് ആര്, ട്വിങ്കിൾ ഖന്ന എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ട്വിങ്കിൾ ഖന്നയെ കുറിച്ച് പറയുന്നുണ്ട്. 73 ജനിച്ചാണ്. മുംബൈയിൽ ആക്ടിങ് തുടങ്ങി 1995 2002 അദ്ദേഹം അതിന് പുറമെ എന്ത് ചെയ്തു, ഈ ട്വിങ്കിൾ ഖന്ന എന്ത് ചെയ്തു, ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തു ഇന്റീരിയർ ഡിസൈനർ ആയിട്ട് കേട്ടോ. പിന്നീട് എന്ത് ചെയ്തെന്ന് അറിയോ, അവളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു ഓതറായിട്ടും കോളമിനിസ്റ്റ് ഒക്കെ ആയിട്ടാണ് അവളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കേട്ടോ. 2015 അവളുടെ ഫസ്റ്റ് പുസ്തകം ഇറങ്ങി ഏതെന്നറിയോ, മൈ ഫണി ബോൺസ് എന്ന് പറയുന്നത്. അത് ബെസ്റ്റ് സെല്ലറായി മാറി. ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് ഈസ് എ കളക്ഷൻ ഓഫ് ഹെർ പിന്നെ സ്റ്റോറീസ്. അവളുടെ കളക്ഷൻ ഓഫ് സ്റ്റോറീസിന്റെ പേരാണ് എന്താ അറിയോ, ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറയുന്നതാട്ടോ. ഒക്കെ വിട്ടോളൂ. നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇൻ വിച്ച് ദ ടെയിൽ ഓഫ് ദി സോഷ്യൽ ഓൺട്രപ്രണർ. അതിൽ പറയുന്നത് എന്താണെന്ന് അറിയോ, ഏതാണ് കഥന്റെ പേര്? ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറയുന്ന, നോക്കൂ, ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് സ്റ്റോറീസിൽപ്പെട്ട ഒരു കഥയിൽ പറയുന്നുണ്ട് ഒരു സോഷ്യൽ ഓൺട്രപ്രണറെ കുറിച്ച്. ആരാണത്? പത്മശ്രീ അരുണാചലം മുരുകാനന്ദം. ആളെ പേര് കേട്ടോളൂ, പത്മശ്രീ അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന കേട്ടോ. AM പത്മശ്രീ പത്മശ്രീ മമ്മൂട്ടിനെ കുറിച്ച് കേട്ടിട്ട് നിങ്ങൾ, ഇത് AM ആണ്, അരുണാചലം മുരുകാനന്ദനെ കുറിച്ചാണ് പറയുന്നത്. ഈ പോർട്രേഡ് ആ കഥയിൽ ഈ അരുണാചലം മുരുകാനന്ദനെ കുറിച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത് കേട്ടോ. ദ സ്റ്റോറി ഇൻസ്പയർഡ് നാഷണൽ അവാർഡ് വിന്നിംഗ് ഫീച്ചർ. അത് പിന്നീട് നാഷണൽ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു കഥ ആയിട്ട് മാറിയിട്ടുണ്ട്. ആ ഫിലിമിന്റെ പേരെന്നറിയോ? ദ പാഡ്മാൻ എന്നാണ്. പാഡ്മാൻ എന്താണ്? ആ സിനിമന്റെ പേരാണത് പാഡ്മാൻ എന്ന് പറയുന്നത്. പാഡിനെ കുറിച്ചുള്ള അല്ലെ, സ്ത്രീകൾ മെൻസസിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന പാഡ് ഉണ്ട്, അതിനെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മുടെ ഇത് ആരുടെ കഥയാണ്? എക്സാക്ട്ലി അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന ആളുടെ കഥയാണ് കേട്ടോ. പക്ഷേ ഈ നമ്മുടെ ട്വിങ്കിൾ ഖന്ന എഴുതിയ കഥയിലുള്ള ക്യാരക്ടറിന്റെ പേരെന്താണ്? വേറൊരു പേരാണ്. അത് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. അത് അയാളുടെ പേരെന്താന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ, ബബ്ലു എന്നാണ്. ബബ്ലു എന്നാ പേര് കേട്ടോ. ബബ്ലു എന്നാണ്. എക്സാക്ട്ലി ഈ ബബ്ലു ആരാണ്? അരുണാചലം മുരുകാനന്ദമാണ് അല്ലേ. ഈ ബബ്ലുവിന്റെ വൈഫിനെ കുറിച്ച് പറയുന്നത് ഗൗരി എന്നാണ്. എന്നാൽ അരുണാചലം മുരുകാനന്ദന്റെ വൈഫിന്റെ പേരെന്താണെന്നറിയോ? ശാന്തി എന്നാണ് കേട്ടോ. നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ബൈ ദ വേ, ഈ ബബ്ലുവിന്റെ ഏർലി ലൈഫ്, ഈ ബബ്ലു കൊണ്ട് ഉദ്ദേശിച്ച ആരാടാ? അരുണാചലം മുരുകാനന്ദൻ. നമ്മൾ മനസ്സിലാക്കട്ടോ. ഏർലി ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിന്റെ മുൻകഴിഞ്ഞ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ബബ്ലു വാസ് എൻ ഇൻഡിഫറന്റ് സ്റ്റുഡന്റ്. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ആര്? ബബ്ലു എന്ന് പറയുന്നത്. ബട്ട് ഫോൺലി റിമെമ്പേഴ്സ്, ഇവൻ ഇപ്പോഴും ഓർക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്നറിയോ? എ സയൻസ് പ്രൊജക്ട്. അവന് ആകെ ഓർമ്മയിലുള്ളത് ഒരു സയൻസ് പ്രൊജക്ട് അവൻ ചെയ്തിരുന്നു, ഗൈഡഡ് ബൈ മിസ്സസ് ശർമ്മ. മിസ്സസ് ശർമ്മ അവനക്ക് എന്ത് ചെയ്തിരുന്നു? ഒരു പ്രൊജക്ട് കൊടുത്തിരുന്നു. അത് മാത്രമേ അവൻ്റെ ഓർമ്മയിലുള്ളൂ. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ബബ്ലു എന്ന് പറയുന്നത്. എന്തായിരുന്നു ആ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയോ എന്തായിരുന്നു ആ പ്രൊജക്ട് എന്നുള്ളത്? എഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന സാധനമല്ലടാ. എഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. ആ സാധനം ഈ മുട്ട വിരിക്കൂലേ നമ്മള്, അത് കണ്ടുപിടിക്കുക. ആ മുട്ട വിരിക്കുന്ന ആ മെഷീനില്ലേ, അത് കണ്ടുപിടിക്കുന്ന ഒരു പ്രൊജക്ട് അവൻ ചെയ്തിരുന്നു. ആരുടെ സഹായത്തോട്? മിസ്സസ് ശർമ്മന്റെ സഹായത്തോട് കൂടി ആര് ചെയ്തു? ബബ്ലു ചെയ്തിരുന്നു കേട്ടോ. ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് ഡെത്ത്, തന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം, ബബ്ലുവിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം, ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് ദി സ്കൂൾ. അവനെ സ്കൂളിൽ നിർത്തി പോന്നു ടു സപ്പോർട്ട് ഹിസ്
ഹിസ് ഫാമിലി, അവൻ്റെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അച്ഛൻ മരിച്ചു, പിന്നെ അവൻ്റെ അമ്മക്കാരുണ്ടായിരുന്നത് അവനും 2 സിസ്റ്റേഴ്സും കേട്ടോ, അവനും 2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നത്, 2 സിസ്റ്റേഴ്സ് ആട്ടോ. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ അമ്മക്ക് ഒറ്റയ്ക്ക് താങ്ങാണ്ടായപ്പോൾ അവൻ എന്ത് ചെയ്യാണ്, സ്കൂൾ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങുകയാണ് ചെയ്തത്. ഇനി അവൻ്റെ കരിയറിലെ ഗ്രോത്ത് എന്താന്ന് വെച്ചാൽ അവനിങ്ങനെ സ്കൂൾ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അവൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ബസ് ബോയ്. ഈ ബസ് ബോയ് എന്ന് പറഞ്ഞു വെച്ചാൽ ബസ് വർക്ക്ഷോപ്പിൽ ഉണ്ടാവില്ലേ, ബസ്സിൻ്റെ ഓണേഴ്സ് വരുമ്പോൾ അവർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്ന ബസ് ബോയ് ആയിട്ട് അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഒരു വർക്ക്ഷോപ്പിലാട്ടോ 14-ാമത്തെ വയസ്സിലാണ്. നിങ്ങൾ ആലോചിക്കണേ, SSLCക്ക് പഠിക്കുന്ന ആ 10ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടമാണിത്. സ്ലോലി മെല്ലെ മെല്ലെ ലേൺഡ് വെൽഡിങ്. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് വെൽഡിങ് മെല്ലെ മെല്ലെ പഠിച്ചു. ആൻഡ് ഇവഞ്ച്വലി ഈസ് ഈക്വൽ ടു ഫൈനലി took over the workshop. ടേക്ക് ഓവർ പറഞ്ഞ എന്താ അല്ലേ, നമ്മൾ ഏറ്റെടുക്കുക. എന്ത്, ഈ വർക്ക്ഷോപ്പ് ഏറ്റെടുത്തു ബൈ പേയിങ് ഓഫ് ഇറ്റ്സ് ലോൺ. അതിന് ഒരുപാട് കട ഉണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പിന്. അപ്പോൾ ആ മുതലാളി കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ വർക്ക്ഷോപ്പിന്റെ സകല ലോണും ആര് പിന്നെ പേ ചെയ്യാണ് ചെയ്തത്, നമ്മുടെ ആളെ പേരെന്തായിരുന്നു പറ, ബബ്ലു അടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബബ്ലു എന്ത് ചെയ്യണം, ബബ്ലു കേവത്ത് നിന്നുണ്ട് കേട്ടോ, ബബ്ലു കേവത്ത് നിന്നുണ്ട്. ശ്രദ്ധിക്കുക, ബബ്ലു കേവത്ത് ക്ലിയർ. അപ്പൊ ശ്രദ്ധിക്കുക, ഇയാൾ അടച്ച സമയത്ത് ആ വർക്ക്ഷോപ്പ് ഇയാളുടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പോയിന്റ്, ഏർലി ലൈഫ് എഡ്യൂക്കേഷന്, മറ്റൊന്നെന്താണ് കരിയർ ഗ്രോത്ത്. ഇനി മാരേജും ടേണിംഗ് പോയിന്റും, ഇതാണ് മൂപ്പർ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് കേട്ടോ. ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ് വിത്ത് ഗൗരി. അങ്ങനെ ബബ്ലു കല്യാണം കഴിച്ച പെണ്ണിന്റെ പേരെന്താണ് പറ, ഗൗരി എന്നാണ്. യഥാർത്ഥത്തിൽ അരുണാചലം മുരുകാനന്ദന്റെ വൈഫിന്റെ പേരെന്തായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പറ, ശാന്തി. ശാന്തിനെ കുറിച്ച് എനിക്ക് അറിയാലോ, നമ്മുടെ ആര്യ എന്ന് പറയുന്ന സിനിമയിലില്ലേ, നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്, നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനായി ഈ ജന്മം മുഴുവൻ കാതോർത്തിരിക്കാം ഞാൻ, വൈകാതെ വരില്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് ആര്യ എഴുതി കൊടുക്കുന്ന ഒരു കത്തിലല്ലേ ശാന്തി, ഹേ ശാന്തി എന്ന് പറയണല്ലേ, ആ ശാന്തി ആട്ടോ നമ്മൾ അരുണാചൽ മുരുകാനന്ദന്റെ വൈഫിന്റെ പേര്. മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞു കേട്ടോ. ബൈ ദ വേ, ഡിസ്കവേർഡ് ദാറ്റ്, സി അങ്ങനെ ഇവൻ കല്യാണം കഴിച്ചത് ഗൗരീനെയാണ്. ആര്, നമ്മളെ ബബിൾ കേട്ടോ. അങ്ങനെ അവൻ കണ്ടെത്തി ദാറ്റ് വിമൻ യൂസ്ഡ് റാഗ്, പെണ്ണുങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ശീലകഷ്ണങ്ങളാണ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ, അവർക്ക് മെൻസസ് ഉണ്ടാവുന്ന സമയത്ത്, ഡ്യൂ ടു ദി ഹൈ കോസ്റ്റ് ഓഫ് ദി സാനിറ്ററി പാഡ്സ്. കാര്യം എന്താണ്, സാനിറ്ററി പാഡ് ഉണ്ടാവൂലേ, ഈ പാഡ് വാങ്ങാൻ ഹൈ കോസ്റ്റ് ആയ കാരണത്താൽ അവർ മുഷിഞ്ഞ തുണികളാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇയാൾ മനസ്സിലാക്കുകയാണ് ചെയ്തത് കേട്ടോ, കണ്ടെത്തുകയാണ് ചെയ്തത്. സ്റ്റാർട്ട് ഓഫ് എ ന്യൂ മിഷൻ. അങ്ങനെ പിന്നീട് പുതിയ ഐഡിയ, ഒരു പുതിയ മിഷൻ ഇയാൾ കണ്ടെത്തുകയാണ്. എന്താന്ന് വെച്ചാൽ ബോട്ട് സാനിറ്ററി പാഡ്സ്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ വൈഫിന് വേണ്ടിയിട്ട് സാനിറ്ററി പാഡ് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാണ്. ആൻഡ് റിയലൈസ്ഡ് ഹൗ എക്സ്പെൻസീവ് അല്ലേ. അപ്പോഴാണ് ഇതിന് 40 രൂപ ഉണ്ടല്ലോ, ഒരു പാക്കറ്റിന് 40 രൂപ ഉണ്ട്. അതായത് ഒരു പാഡിന് എത്ര വരുന്നുണ്ട്, 4 രൂപ വരുന്നുണ്ട് എന്ന് ഇയാൾ മനസ്സിലാക്കാട്ടോ. ആൻഡ് ഓവർ പ്രൈസ്ഡ് ദേവർ അല്ലേ, അതിന് ഭയങ്കര പൈസയെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഡിറ്റർമൈൻഡ് ടു മേക്ക് അഫോർഡബിൾ. ഇയാൾ തീരുമാനിച്ചു എന്തെന്നറിയോ, ഈ പാഡ് എല്ലാവർക്കും അഫോർഡബിൾ ആക്കണം. കാര്യം തൊട്ട അയൽവാസി ഒരു പെൺകുട്ടി കളിക്കുന്ന സമയത്ത് നോക്കിയ സമയത്ത് ആ കുട്ടിക്ക് ചെരുപ്പ് പോലും ഇല്ല. ചെരുപ്പ് മേടിക്കാൻ പറ്റാത്തവരെങ്ങനെ മന്ത്ലി 40 രൂപ കൊടുത്തുകൊണ്ട് ഈ പാഡ് വാങ്ങുക. അപ്പൊ അയാൾ തീരുമാനിച്ചു ഇത് അഫോർഡബിൾ ആക്കണം തീരുമാനിച്ചു. എന്ത് പാഡ്സ് കേട്ടോ, യൂസിങ് കോട്ടൺ ആൻഡ് ക്ലോത്ത്. എങ്ങനെയാണെന്നറിയോ, കോട്ടൺ ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്യുക, എല്ലാവർക്കും എന്ത് ചെയ്യുക, അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കുക. കാര്യം മൂപ്പർ കയ്യിൽ വെച്ച് നോക്കുന്ന സമയത്ത് അതിന് വെറും 10 ഗ്രാമേ ഉള്ളൂ, എന്തിന്, ഒരു പാഡിന്. ഈ 10 ഗ്രാമിന് ഒരിക്കലും 4 രൂപ വരില്ല എന്ന് ഇയാൾക്കറിയാം. അപ്പൊ അഫോർഡബിൾ ആക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്താൻ തുടങ്ങി. എന്താ, പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങിട്ടോ. ഈ പരീക്ഷണങ്ങളിൽ മൂപ്പർക്ക് എന്ത് ചെയ്തു, ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു. എന്തൊക്കെയാണത്, ഹിസ് ഏർലി പാഡ് പ്രോട്ടോടൈപ്പ് ഇല്ലേ, ആദ്യം ഉണ്ടാക്കി നോക്കിയ ആ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാവില്ലേ, അത് ഫെയിൽഡ് ആയി, പൊട്ടി. ഇയാൾ സൂചി നൂലൊക്കെ വെച്ചാണ്ട് ഒരു സാധനം ഉണ്ടാക്കി നോക്കി, പക്ഷെ പരീക്ഷണം വിജയിച്ചില്ല. കണ്ടിന്യൂഡ്, പക്ഷെ തുടർന്നു എന്ത്, എക്സ്പെരിമെന്റിങ്, വീണ്ടും പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തൽ തുറന്നിട്ടോ. വിത്ത് ഡിഫറെന്റ് മെറ്റീരിയൽസ്, വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയത്. എന്തിനറിയോ, ടു ഇംപ്രൂവ് ദം, ഈ പാഡ് ഒന്ന് ഇംപ്രൂവ് ചെയ്ത് കണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ നോക്കൂ, അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയോ, സോഷ്യൽ സ്റ്റിഗ്മ, പുച്ഛം, സമൂഹത്തിന്റെ പുച്ഛം, ഫാമിലിന്റെ എതിർപ്പ്, ഇതൊക്കെയാണ് മൂപ്പർ നേരിട്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ പോയിന്റ് നിങ്ങളെ മൈൻഡിൽ വേണം കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഫേസ്ഡ് റിഡിക്യൂള്, പുച്ഛം അല്ലെ, ആള് കുറ്റപ്പെടുത്തലും പ്രഷറുകളൊക്കെ അദ്ദേഹം ഫേസ് ചെയ്തു. ഫ്രം വില്ലേജേഴ്സ്, തന്റെ നാട്ടുകാരിൽ നിന്നും, ഈവൻ ഹിസ് ഓൺ ഫാമിലി, തന്റെ കുടുംബത്തിൽ നിന്നും കേട്ടോ. ഹിസ് മദർ ബെഗ്ഡ് ഹിം, അവന്റെ അമ്മ അവനോട് യാചിച്ചു. എന്തിനാരോ, ടു സ്റ്റോപ്പ്, നിർത്തണം അമ്മനെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത്, ഫിയറിങ്
ഫിയറിങ് ഡിസ്ഗ്രേസ്, കുടുംബത്തിൽ ഉണ്ടാവില്ലേ ഡിസ്ഗ്രേസ് ഇല്ലേ, ആളുകളൊക്കെ തരം താഴ്ത്തി കാണുന്നതില്ലേ, അത് പേടിച്ചുകൊണ്ട് മോനെ ഈ പാഡിൽ ഇങ്ങനെ പരീക്ഷണം നടത്തല്ല എന്ന് പറഞ്ഞ് അമ്മ പോലും അവനോട് എന്ത് ചെയ്തു, യാചിച്ചു. ഹിസ് വൈഫ് ലെഫ്റ്റ് ഹിം, തൻ്റെ ഭാര്യയല്ലേ ഗൗരി വിട്ടേച്ച് പോയി നമ്മളെ ബബ്ലുൻ കേട്ടോ. ആഫ്റ്റർ റൂമർ സ്പ്രെഡ്, ആ നാട്ടിൽ മുഴുവൻ റൂമർ പറഞ്ഞിരുന്നു അബൌട്ട് ഹിസ് എക്സ്പെരിമെന്റ് അല്ലേ, തൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, പാഡിൽ ഇങ്ങനെ ബ്ലഡ് ഒഴിച്ച് കണ്ട് പരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ള ഈ എക്സ്പെരിമെന്റ് നാട്ടിൽ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്, പരത്താണ് ചെയ്തത്. അങ്ങനെ എന്ത് ചെയ്തു, ആ റൂമേഴ്സ് കാരണം തൻ്റെ വൈഫ് പോലും എന്ത് ചെയ്തു, വിട്ടേച്ച് പോയി എന്നുള്ളതാണ്. അങ്ങനെ പേഴ്സണൽ സാക്രിഫൈസ്, ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ അമ്മ വിട്ടേച്ച് പോയി, ഭാര്യ വിട്ടേച്ച് പോയി, ഇതിനങ്ങേപ്പുറത്ത് എന്ത് സാക്രിഫൈസ് ആണ് നോക്കൂ നിങ്ങൾ. ടെസ്റ്റഡ് പാഡ്സ് ഓൺ ഹിംസെൽഫ്, അദ്ദേഹം പാഡുകൾ ടെസ്റ്റ് ചെയ്തതെന്നറിയോ, തൻ്റെ ശരീരത്തിൽ യൂസിങ് ബ്ലഡ് ഫിൽഡ് ട്യൂബ് അല്ലേ, എങ്ങനെയെന്നറിയോ, ബ്ലഡ് ഫിൽ ചെയ്ത ട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൽ തന്നെ എന്ത് ചെയ്തു, പാഡുകൾ ടെസ്റ്റ് ചെയ്തു. ലോസ്റ്റ് ഹിസ് ഫാമിലി, തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, തൻ്റെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു, പൈസ നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. എന്താ പ്രോസസ്സ്, ഈ പ്രോസസ്സിൽ ഇയാൾക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. അതായത് ഇയാൾ കത്തിക്കരിഞ്ഞൊരു ചാമ്പലായി മാറിയെന്ന്. ഇനി ഇയാൾ ഉയരണം, എങ്ങനെ, ഒരു ഫെനിക്സ് പക്ഷിയെ പോലെ ഉയരണം. വേണ്ടേ? വേണം. നോക്കൂ നിങ്ങൾ, ഹിസ് റിയൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോളൂ കേട്ടോ. ഓൾ ഹി വാണ്ടഡ് വാസ് ടു ഗോ. ഇതൊക്കെ എങ്ങനെ വന്നതെന്നറിയോ, ഓൾ ഹി വാണ്ടഡ് വാസ് ടു ഗിഫ്റ്റ് ഗൗരി അല്ലേ, ഗൗരിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോഴാണ് കൊണ്ടല്ലേ, ഒരു പാഡായിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നതും അല്ലേ, ഇങ്ങനെ തോട്ട് പ്രോസസ് ഒക്കെ വന്നത്. ആൻഡ് അതർ പുവർ വുമൺ അഫോർഡബിൾ അല്ലേ, ആകെ വേണ്ടി എന്താണ്, തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് എന്താവണം, ഈ പാഡ് അഫോർഡബിൾ ആവണം, മറ്റുള്ളവർ എന്താവണം, ഹൈജീനിക് ആവണം അല്ലെ, സാനിറ്ററി പാഡ്സ് എന്തായിരിക്കണം, പറ, ഹൈജീനിക് ആയിരിക്കണം എന്ന് മാത്രമേ ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നുള്ളൂ എന്ന്. ഹിസ് മിഷൻ വാസ്, അദ്ദേഹത്തിന്റെ മിഷൻ എന്തായിരുന്നോ, ബോൺ ഔട്ട് ഓഫ് ലവ്, അതൊരു സ്നേഹത്തിന്റെ പുറത്ത് വന്നതായിരുന്നു, എല്ലാവരെയും കൺസേണിന്റെ പുറത്ത് വന്നതായിരുന്നു. ആൻഡ് സോഷ്യൽ അവയർനെസ്, സമൂഹത്തിലുള്ള ഒരു അവയർനെസ് അല്ലെ, ഒരു മൂല്യം, എല്ലാവർക്കും ഒരു ബോധം അല്ലെ ഉണ്ടാവണം. കാര്യം ഹൈജീൻ അല്ലാണ്ട് ഒരിക്കലും എന്ത് ഉപയോഗിക്കരുത്, പാഡ് ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് തൻ്റെ ഉള്ളിലുണ്ടായ കാരണത്താലാണ് ഇദ്ദേഹം ഇങ്ങനൊരു ചിന്തയിലേക്കൊക്കെ പോയത് എന്നുള്ളതാട്ടോ. ബൈ ദ വേ, പിന്നെ അവസാനം എന്താ ഉണ്ടായത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഒബ്വിയസ്ലി. ഇനിയാണ് ഇവിടുന്ന് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇദ്ദേഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്താണ് ആ കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് അറിയാലോ. അവസാനം ഇയാൾ സക്സസ് ആവുകയാണ് ചെയ്തത്. മാത്രമല്ല ഇയാൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരെയാണ്, പറ, പിന്നെ വിമിൻ, പിന്നെ ബിസിനസ് വിമിൻ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ പറയാൻ പറ്റൂലല്ലോ, ലോക്കൽ വിമിൻ, പിന്നെ ഓൺടർപ്രണേഴ്സ് ഉണ്ടാവില്ലേ, അവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ അവയർനെസ് നടത്തുകയാണ് ചെയ്തത്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്തത് എന്താണെന്നറിയോ, എന്തിലല്ലാന്നറിയോ, റീറ്റെയിൽ വേണ്ട, എന്ത് വേണ്ട, റീറ്റെയിൽ ഫോക്കസ് ചെയ്യണ്ട, മറിച്ച് എന്തിൽ ഫോക്കസ് ചെയ്താൽ മതി, ഡീറ്റെയിൽ ഫോക്കസ് ചെയ്താൽ മതി. എന്താ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് അവയർനെസ്, സ്ത്രീകൾക്ക് അവയർനെസ് കൊടുക്കുക. നിങ്ങൾ റാക്സ് ഉപയോഗിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, നല്ലത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ അവയർനെസ് കൊടുക്കുക. ഇദ്ദേഹം പിന്നീട് കണ്ടെത്തുന്നത് എവിടുന്നാണെന്നറിയോ, ഇത് തുണിന്നല്ല, കോട്ടൺ എന്നല്ല, അത് മറിച്ച് എവിടുന്നാണ്, ഒരു പൾപ്പെന്നാണ്, പൈൻവുഡിന്റെ പൾപ്പെന്നാന്ന് പോലും എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം കണ്ടെത്തി, പൈൻവുഡിന്റെ പൾപ്പെന്നാന്ന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിന്റെ മക്കൾ നിർബന്ധമായിട്ടും വായിക്കുക എന്നുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ പറഞ്ഞത് ഫൈനലി ഇയാൾ സക്സസ് ആയി, ഇദ്ദേഹം ഒരുപാട് അവാർഡുകൾ മേടിച്ചു, ഇദ്ദേഹത്തിന്റെ ഫാമിലി തിരിച്ചു വന്നു എന്ന് പറയുന്ന ഒരു കഥയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ബൈ ദ വേ, ഇത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഏതെന്ന് അറിയോ, ദ സീഡിങ് എന്ന് പറയുന്നത്. ദ സീഡിങ് അല്ലേ, പോൾ ലോറൻസ് ഡംബറിന്റെ ഒരു ചാപ്റ്ററാണ് ദ സീഡിങ് എന്ന് പറയുന്ന ഒരു കവിതയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ആരാണ് ഈ പോൾ ലോറൻസ് ഡംബർ എന്ന് പറയുന്നത്? 1872 ജനിച്ച് 1906 മരിച്ച അമേരിക്കൻ പോയിറ്റാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. എൻസ്ലേവ്ഡ് ഇൻ കെൻഡക്കി ബിഫോർ അമേരിക്കൻ സിവിൽ വാർ, ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് പോയം അവർ മാട്രേഡ് സോൾജേഴ്സ് എന്ന് പറയുന്നത് അറ്റ് ദ ഏജ് ഓഫ് 16, 16-ാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങനൊരു പോയം പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കുറച്ച് പോയറ്റിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക, കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ നേരെ കവിതയിലേക്ക് പോവാണ്. കവിതയെ കുറിച്ച് ആദ്യം പറയുകയാണെങ്കിൽ, കാര്യം നമ്മൾ ഷോർട്ട് ടൈമിനുള്ള എല്ലാ ചാപ്റ്ററും തീർക്കണം എന്നുള്ളതുകൊണ്ടാട്ടോ. അബൌട്ട് ദ പോയം, പോയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീം എന്താന്ന് വെച്ചാൽ സക്സസ് ത്രൂ സ്ട്രഗിൾ. നമ്മൾ രണ്ടാളുകളെ കുറിച്ചാണ് പഠിച്ചത്. ഒന്ന് അരുണാചലം മുരുകാനന്ദനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, മറ്റൊന്ന് ശ്രീകാന്ത് ബൊളേനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടാളുകളെ കുറിച്ച് പഠിച്ചിട്ട് ഇനി ചാപ്റ്റർ കേട്ടോ
മനസ്സിലാക്കിക്കൊണ്ടു നിങ്ങൾ സക്സസ് ത്രൂ സ്ട്രഗിൾ അല്ലേ. സക്സസ് ഉണ്ടാവില്ല എപ്പോഴാണെന്നറിയോ, കഷ്ടപ്പാടിലൂടെയാണ്. അതാണ് തീം. ഹാർഡ് വർക്കിലൂടെയാണ് ലീഡ്സ് ടു ഗ്രോത്ത്. അങ്ങനെയാണ് നമുക്ക് വളർച്ച ഉണ്ടാവലും പിന്നീട് എന്തുണ്ടാവലും പറ ഹാപ്പിനെസ് ഉണ്ടാവലും. അതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഈ ഏത് ചാപ്റ്ററിന്റെ ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കേട്ടോ. ഇതിന്റെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഫേസ് ഡിഫിക്കൽട്ടീസ് ബ്രേവ്ലി. നമുക്കുണ്ടാവുന്ന ഓരോ പ്രതിസന്ധികളും നമ്മൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം. ആൻഡ് വിത്ത് പേഷ്യൻസ്, ക്ഷമയോട് കൂടിയിട്ട് യു വിൽ അച്ചീവ് ഗ്രേറ്റ്നെസ് ത്രൂ പെർസീവറൻസ് അല്ലേ. നിങ്ങൾ പെർസീവറൻസ് എന്നാൽ തുടർച്ചയായിട്ടുള്ള പരിശ്രമത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് കുറച്ചൊന്നും തുടങ്ങി വെച്ച് അത് വിട്ടേച്ച് പോയി അടുത്തീ കയറി വിജയം ഉണ്ടാവില്ല. കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിൽ വിജയം ഉണ്ടാവൂ എന്നുള്ളതാണ് മെസ്സേജ്. ഇതിന് ടോൺ ഹോപ്പ്ഫുൾ, പ്രതീക്ഷയാണ് നമുക്ക് ഈ കവിത തരുന്നത്. ഒരു ഇൻസ്പയറിംഗ് ആണ്, ഒരു സന്തോഷം നൽകുന്ന ഒരു ടോണാണ് ഈ കവിതക്കുള്ളത് കേട്ടോ. സ്റ്റൈൽ ഓഫ് ദ പോയം, ഈ കവിതന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ലിറിക്കൽ ആൻഡ് ഡിഡാക്റ്റിക് ആണ്. എൻകറേജിങ് ആൻഡ് അഡ്വൈസിങ് ആണ്. നിങ്ങൾ എൻകറേജ് ചെയ്യും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റൈലാട്ടോ. എക്സ്പ്രസിങ് ദ തീം മ്യൂസിക്കലി ആൻഡ് റിതമിക്കലി. ഇതിന്റെ റൈമിംഗ് സ്കീം ഏതാണെന്ന് അറിയോ, ABCD ആണ്. അപ്പോൾ ഡിഫറെന്റ് ആണ് റൈമിംഗ് സ്കീം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കിക്കോ, ഈ കവിതന്റെ ഓരോ സമ്മറി നമ്മൾ പറയുകയാണെങ്കിൽ, സ്റ്റാൻസായിക് സമ്മറി പറയുകയാണെങ്കിൽ ക്വൈറ്റ് ലിറ്റിൽ സീഡ്ലിംഗ് ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ സ്റ്റാൻസ പറയുന്നുണ്ട്. അതിന്റെ ഓരോന്നിന്റെ അർത്ഥം പറയാട്ടോ. ഒരു സ്മോൾ സൈലന്റ് അല്ലെ നാമ്പ് വാസ് ലൈങ് കിടക്കുന്നുണ്ട് ഇപ്പോഴും, സ്റ്റിൽ ഹിഡൻ ഇൻസൈഡ് ദി ഡാർക്ക് സോയിൽ. ഒരു പുൽച്ചെടിയിലെ എപ്പോഴും മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അണ്ടർ ദി ഗ്രൗണ്ട് മണ്ണിന്റെ അടിയിൽ കേട്ടോ. ഇറ്റ് സ്റ്റാർട്ടഡ് തിങ്കിങ്. അങ്ങനെ ഈ പുൽച്ചെടി എന്ത് ചെയ്തു, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ആൻഡ് ടോക്കിംഗ്, സംസാരിക്കാൻ തുടങ്ങി. ടു ഇറ്റ് സെൽഫ്, തന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ആര്, ഈ ഒരു സീഡ്ലിംഗ് കേട്ടോ. ആൻഡ് ദിസ് വാർ ഇറ്റ്സ് തോട്ട് ആൻഡ് ടോക്ക്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയോ, ഇതൊക്കെ ഈ ചെടിയുടെ ഉള്ളിലുള്ള അല്ലെ, ഈ ഒരു വൃക്ഷത്തെ ഉണ്ടാവില്ലേ, ഇതിന്റെ ഉള്ളിലുള്ള ചിന്തകളും സംസാരങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഐ എം നോട്ട് വെരി സ്ട്രോങ്. ഈ ചെടി പറയട്ടോ, ഞാൻ സ്ട്രോങ് അല്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കൂട്ടോ. ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവാർഡ്സ്, അവിടെ മുതൽ ദ സീഡ്ലിംഗ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഹാർഡ് ആൻഡ് ഗ്രോ ആൻഡ് അലൈവ് അല്ലേ. അങ്ങനെ ഇന്നെക്കൊണ്ട് ഞാൻ വലിയ ശക്തനൊന്നുമല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എൻ്റെ മാക്സിമം ഈ ഇരുട്ടിൽ നിന്നൊന്ന് പുറത്തു വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഇറ്റ് പുഷ്ഡ് എ സ്മോൾ ലീഫ് അപ്വാർഡ്. അങ്ങനെ ഈ ചെടി എന്ത് ചെയ്യാണ്, മെല്ലെ അതിന്റെ ഇറ്റ് പുഷ്ഡ് പുറന്തള്ളി എ സ്മോൾ ലീഫ് അപ്വാർഡ് അല്ലേ, മുകളിലേക്ക് അതിന്റെ ഇല മെല്ലെ എന്ത് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവന്നു കേട്ടോ. towards the sunlight. എന്തിനു നേരെ പറ, സൂര്യപ്രകാശത്തിന് നേരെ. above the soil, എവിടെയാണ്, മണ്ണിന്റെ മുകളിൽ. to look its new surrounding. എന്തിനെന്നറിയോ, ഈ മെല്ലെ തല ഉയർത്തി നോക്കിയത് തൻ്റെ ചുറ്റുപാട് ഇങ്ങനെ നോക്കാൻ, പുതിയ ചുറ്റുപാട് നോക്കാൻ. ആൻഡ് ഗൈഡ് ദ അതർ പാർട്ട് ഓഫ് ദി പ്ലാന്റ് അല്ലേ, ആ ചെടിയുടെ വരാനിരിക്കുന്ന പ്ലാന്റുകളില്ലേ, ആ പ്ലാന്റുകളൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എല്ലാം പുറത്ത് കിട്ടാണ് ഇങ്ങനെ നോക്കുകയാണ് ചുറ്റുപാടൊക്കെ കേട്ടോ. എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരു പ്ലാന്റിന്റെ, ഒരു ചെടിയുടെ വളർച്ചയെക്കുറിച്ച് മനോഹരമായിട്ടാണ് പറയുന്നത് കേട്ടോ. ദ ലീഫ് ലെഫ്റ്റ് ലൈക്ക്ഡ് ദ ഔട്ട്സൈഡ് വ്യൂസ്. ആ ഒരു പുൽനാമ്പ്, ആ ഒരു ഇല ഉണ്ടാവില്ലേ, ആ ഇല എന്ത് ചെയ്തു എന്നറിയോ, ലൈക്ക് ദ ഔട്ട്സൈഡ് വ്യൂ അല്ലേ, പുറമേയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കരമായിട്ട് അതിന് ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ് കോൾഡ് ഇറ്റ് സ്റ്റം ടു കം അപ്പ്. അപ്പൊ അത് അതിന്റെ തടിയോട് പറഞ്ഞു, മോനെ വായോ വായോ, കം അപ്പ് ടു, എൻ്റെ കൂടെ ഇങ്ങനെ വായോ. ടു മോർ ലീവ്സ് ഹേർഡ് ദ കോൾ. അപ്പോൾ ഈ വിളിച്ച ഒന്നാമത്തെ ലീഫ് വിളിച്ചില്ല, ഇല വിളിച്ചത്, വീണ്ടും ഒന്ന് രണ്ട് ഇലകളൂടെ കേട്ടുട്ടോ. ആൻഡ് ദേ ക്വിക്ക്ലി കേം ഔട്ട് ആസ് വെൽ. അങ്ങനെ ഒന്ന് രണ്ട് ഇലകൾ എന്ത് ചെയ്തു, പുറമേക്ക് വരാൻ വേണ്ടി തുടങ്ങിയെന്ന്. ഷുവർലി ദീസ് ഹേറ്റ്സ് ആൻഡ് എഫേർട്സ് ഗ്രോ മെയ്ഡ് ദ സീഡ്ലിംഗ് ടയർഡ് ആൻഡ് ബ്രെത്ത്ലെസ് അല്ലേ. ഈ എഫേർട്ടും അല്ലെ, ഈ കഷ്ടപ്പാടുകളൊക്കെ മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി. എന്ത്, ദ സീഡ്ലിംഗ് ടയർഡ് ആൻഡ് ബ്രെത്ത്ലെസ് അല്ലേ, ഇതിനെ ക്ഷീണിതനാക്കാൻ തുടങ്ങുന്നുണ്ട്. ബട്ട് ബിഫോർ ഇറ്റ് ഈവൻ റിയലൈസ്ഡ്, പക്ഷെ അതിന്റെ മുന്നേ എന്ത് ചെയ്തു, അദ്ദേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇറ്റ് ഹാഡ് ഓൾറെഡി ഗ്രോൺ ഇൻ ടു എ പ്ലാന്റ്. ഇത് മെല്ലെ മെല്ലെ വന്ന് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, വെയിലൊക്കെ വരുന്നുണ്ട്, ഇടയിൽ മഴ വരുന്നുണ്ട്, ഒരുപാട് റിസ്ക് വരുന്നുണ്ട് അല്ലേ. പക്ഷെ അതെന്ത് ചെയ്തു, ഇങ്ങനെ ചിന്തിച്ച് റിസ്കുകളെ കുറിച്ചൊക്കെ ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയെന്നോ, ഇറ്റ് ഹാഡ് ഓൾറെഡി ഗ്രോൺ ഇൻ ടു പ്ലാന്റ് അല്ലേ, അത് വലിയൊരു മരമായി വളർന്നിട്ടുണ്ടായിരുന്നു. വാം സൺലൈറ്റ് ഷോൺ ദ പ്ലാന്റ് ആൻഡ് ഗേവ് ഇറ്റ് എനർജി. ഈ സൂര്യന്റെ ഉഷ്മളമായ പ്രകാശം അതിന് വേണ്ട എനർജി നൽകി. ആൻഡ് ദ ക്ലൗഡ്സ് വാട്ടേർഡ് ത്രൂ റെയിൻ അല്ലേ, മേഘങ്ങൾ അതിനെന്ത് ചെയ്തു എന്നറിയോ, മേഘങ്ങൾ എന്ത് ചെയ്തു, മഴ പോലെ അതിന് വെള്ളം കൊടുക്കുകയുണ്ടായി. ദ സ്മോൾ പ്ലാന്റ് കണ്ടിന്യൂ ടു ഗ്രോ. അങ്ങനെ ആ കുഞ്ഞു ചെടി എന്ത് ചെയ്തു, വലുതാവാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ബ്ലൂംഡ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ അല്ലേ. കഷ്ടപ്പെട്ട് ഒരു ചെടി ഒരു ലീഫ് പുറത്തേക്കിട്ട് വന്ന് വലിയ മരമായി ഒരു അല്ലേ. അതിൽ എന്ത് ചെയ്തു പറ, ഒരു പൂ എന്ത് ചെയ്തു,
ബ്ലൂം ചെയ്യാൻ വേണ്ടി അല്ലേ ഒരു പൂകണ്ടങ്ങൾ മെല്ലെ വന്ന് ഒരു പൂ വിടുകയാണ് ചെയ്തത് കേട്ടോ. ചിൽഡ്രൻ ബി ലൈക്ക് ദിസ് ലിറ്റിൽ സീഡ്ലിംഗ് അല്ലേ, ഒരു പക്ഷെ കുട്ടികൾക്ക് ചിൽഡ്രൻ കുട്ടികളെ ബി ലൈക്ക് ദിസ്, കുട്ടികളെ ഇനിയൊരു ഉപദേശം കേട്ടോ, അഡ്വൈസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, കുട്ടികളെ ബി ലൈക്ക് ദിസ് ലിറ്റിൽ സീഡ്ലിംഗ്, നിങ്ങൾ ഇതുപോലെ ഈ ഒരു കുഞ്ഞു ചെടീനെ പോലെ നിങ്ങൾ ആവടാ. ഓൾവേസ് ട്രൈ ഔട്ട് യുവർ ബെസ്റ്റ്, നിങ്ങൾ മാക്സിമം നിങ്ങൾ കഴിയുന്ന അത്രയും ശ്രമിക്കടാ. എവറി ചൈൽഡ് മസ്റ്റ് വർക്ക് ഹാർഡ് ഇൻ ലൈഫ്, ഏതൊരു കുട്ടിയും തന്റെ ജീവിതത്തിൽ കഷ്ടപ്പെടുക തന്നെ ചെയ്യണം. ജസ്റ്റ് ലൈക്ക് എവറി ഗ്രോൺ അപ്പ് മാൻ ഡസ് അല്ലേ, ഏതൊരു വളർന്ന മനുഷ്യനും ചെയ്തത് കഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നാണ്. അതുപോലെ മക്കളെ നിങ്ങളും കഷ്ടപ്പെട്ട് മുന്നോട്ട് വാ, അപ്പോഴേ ലൈഫിൽ എന്തുണ്ടാവുള്ളൂ, സക്സസ് ഉണ്ടാവുള്ളൂ. The sun and showers will help you grow. നിങ്ങളെ നോക്കൂ, നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, സൂര്യനും അതുപോലെ ഈ മഴകളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യും നിങ്ങളെ വളരാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ലൈക്ക് ദേ ഹെൽപ്പ് ദ സീഡ്ലിംഗ് അല്ലേ, ആ ചെടിയെ ഹെൽപ്പ് ചെയ്ത് പോലെ നോക്കൂ. യു ടു വിൽ റിസീവ് ബ്ലെസ്സിങ് ഫ്രം നാച്ചർ, നിങ്ങൾക്കും പ്രകൃതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നറിയോ, അനുഗ്രഹം കിട്ടും, സപ്പോർട്ടും കിട്ടും. ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുടെ കേട്ടോ. ഡ്യൂറിങ് ദ ലോൺലി ഡിഫിക്കൽട്ടി ടൈംസ്, നിങ്ങൾ ഏകാന്തനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത്, till you rise to a bright success in life. നോക്കൂ നിങ്ങൾ, till you rise, നിങ്ങൾ ഉയർത്തണം to a bright success in life, ജീവിതത്തിന്റെ അതിശക്തമായിട്ടുള്ള ഒരു സക്സസിലേക്ക് നിങ്ങൾ ഉയർത്തണം. and grow beautiful, നിങ്ങൾ മനോഹരമായിട്ട് വളരണം. lasting goodness for yourself and for society, നിങ്ങളെ ഈ നന്മ നിങ്ങൾക്കും സമൂഹത്തിനെല്ലാം എന്നെന്നും നിലനിൽക്കുന്ന രൂപത്തിൽ നിങ്ങൾ വളർന്ന് പന്തലിക്കണം എന്നാണ് പറയുന്നത്. ഇതിലുള്ള കുറച്ച് മെയിൻ പോയറ്റിക് ഡിവൈസസ് ഒന്ന് ചുമ്മാ പറഞ്ഞു പോകേണ്ട സമയമുള്ള നമുക്കറിയാലോ. പിന്നെ പോയറ്റിക് ഡിവൈസ് അലിട്രേഷൻ ഉണ്ട്, ഏതൊക്കെയാണ് പറ, ഹേസ്റ്റ്, ഹറി, റിപ്പീറ്റ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ ഏതാണ് പറ, ഓൾമോസ്റ്റ് ബിഫോർ അല്ലേ, എച്ച് സൗണ്ട് റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഇതിൽ ഏതാണ്, യെസ്, ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ, ഈ ബട്ട് തീകളാട്ടോ, ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ എന്ന് പറയുന്നത് ബ് റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഏതാണ്, റിപ്പീറ്റ് ചെയ്തു അല്ലേ. ഫെയർ ആൻഡ് ഫ്ലവർ റിപ്പീറ്റ് ചെയ്തു. അതൊക്കെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇനി പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, നോക്കൂ. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എന്ന് പറയുന്നത്, ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ, അത് വീണു എന്ന് പറയണില്ലേ. ടോക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ. അപ്പൊ ഇതിൽ പുഷ്ഡ് എ ലിറ്റിൽ ലീഫ് ലെഫ്റ്റ്, ഉന്തി എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട്. അപ്പൊ ഈ കാണുന്നൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് മക്കളെ. പേഴ്സോണിഫിക്കേഷൻ, ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്ത ലൈനുകളാണ് ഇതൊക്കെ കേട്ടോ. ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുക. ബൈ ദ വേ, സിംബോളിസം എന്ന് പറയുന്ന സാധനം ഉണ്ട്. ദ സീഡ്ലിംഗ് itself is a symbol that represents a growing child. നോക്കൂ നിങ്ങൾ, ഈ സീഡ്ലിങ്ങിനെ കുറിച്ച് ഇവിടെ സിംബോളിസം കാണിച്ചത് എന്താണ്, ഇറ്റ്സ് എ സിമ്പിൾ ദാറ്റ് റെപ്രസെന്റ്സ് എ ഗ്രോയിങ് ചൈൽഡ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ സിംബലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് കാണിക്കുന്നത്, ഈ സീഡ്ലിങ്ങിനെ കാണിക്കുന്നത്. സോ ഇവിടെ ഉപയോഗിച്ച മറ്റൊരു പോയറ്റിക് ഡിവൈസ് ആണ് ഇത് സിംബോളിസം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എക്സ്റ്റെൻഡഡ് മെറ്റഫർ, ഇതിലൊക്കെ ഒരുപാട് മെറ്റഫർ ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ, the seedling growth process until it blooms, it's a metaphorical comparison to a child's man's journey അല്ലേ. ഒരു കുട്ടിയുടെയോ ഒരു മനുഷ്യന്റെയോ വളർച്ച ഉണ്ടാവില്ലേ, ആ വളർച്ചേനെ അല്ലേ ശരിക്കും എന്തായിട്ടാണ് മെറ്റഫർ ചെയ്തിട്ടുള്ളത്, ഒരു ചെടിയായിട്ട് കമ്പാരിസൺ നടത്തുകയാണ് ചെയ്തത് അല്ലെ. ഇൻഡിറക്റ്റ് ആയിട്ട് അല്ലെ, ഡിറക്റ്റ് കമ്പാരിസൺ നടത്തുക. ലൈക്കോ ആസോ വെച്ചാലാണ് സിമിലി, ഡിറക്റ്റ് കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ എന്ത് നടന്നു പറ, മെറ്റഫർ നടന്നു എന്നുള്ള കേട്ടോ. പിന്നെ ഒരുപാട് വിഷ്വൽ ഇമേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഏതൊക്കെയാണ് ഈ വിഷ്വൽ ഇമേജ് അല്ലേ, ലിറ്റിൽ ലീഫ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏതാണ് പറയാ, ലീഫ്ലെറ്റ് ലൈക്ക് അല്ലെ, ഈ ലീഫ്ലെറ്റിനാണല്ലേ ലൈക്ക് ദ പ്രോസ്പെക്ട് ഫൗണ്ട് ഇറ്റ് സെൽഫ് പ്ലാന്റ് അല്ലെ, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ഇതിൽ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഓഡിറ്ററി ഇമേജ് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന കേട്ടോ. ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, സംസാരിച്ചു കൊണ്ട്. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ അല്ലെ, ബ്രദറിനെ വിളിച്ചു അല്ലെ, അവിടെയൊക്കെ ഓഡിറ്ററി ഇമേജ് ഉണ്ട്. ദെൻ ടു അതർ ലീഫ്ലെറ്റ് ഹേർഡ്, കേട്ടു എന്നൊക്കെ പറയുന്നില്ലേടാ, ഇതൊക്കെയാണ് ഇതിൽ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദീസ് 3 chapters. Thank you very much. This is me, your Shafi sir. കൂടുതൽ അല്ലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടിയിൽ നല്ലൊരു കമന്റ് ഇട്ടിട്ട് പോട്ടോ. ബൈ.